കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയിൽ സിപിഎമ്മും സിറോ മലബാർ സഭയും തുറന്ന പോരിൽ. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങി മെത്രാൻമാർക്ക് പ്രസ്താവനകൾ നടത്താൻ കഴിയില്ലെന്ന് തലശ്ശേരി അതിരൂപതയുടെ വിമർശനം. MV ഗോവിന്ദൻ ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീൽ പ്രതികരിച്ചു. ശ്രീ MV ഗോവിന്ദൻ്റെ ഒരു രീതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള സമുന്നതരായ വ്യക്തികളിരുന്ന ഒരു പദവിയാണത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ, അപ്പം തിരുത്തിയാൽ നല്ലത്. ഇനിയൊരു മൂന്നാം പിണറായി സർക്കാർ ആവശ്യമില്ലെന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. RSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ശ്രീ MV ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരുത്തിയത്. ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. രാഷ്ട്രീയ വിമർശനത്തിന് CPM-നെ ചീത്ത പറഞ്ഞ് RSSനെ സന്തോഷിപ്പിക്കാമെന്ന് ധരിക്കരുതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് മറുപടി നൽകി. രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത് ക്രിസ്ത്യാനി, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. അപ്പോൾ അതെല്ലാം തിരുത്തി പറയാനല്ലേ ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത്? അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമല്ലേ കാണിക്കേണ്ടത്? പകരം CPM-നെയും ഇടതുപക്ഷത്തെയും DYFI-യും തെറി പറഞ്ഞാൽ RSSന്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത്. നിഖിൽ അളവൂരുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, MV ഗോവിന്ദന്റെ പരാമർശം മുതൽ ഇങ്ങോട്ട് വാക്പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വലിയ രീതിയിൽ ഒരു തുറന്ന പ്രസ്താവനകളിലേക്ക് ഓരോരുത്തരും കടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു പരാമർശങ്ങളുടെ ഒക്കെ ഒരു സാഹചര്യം? അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എത്തരത്തിലാണ്? സംഗീത, രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ കന്യാസ്ത്രീകളും വൈദികരുമൊക്കെ ആക്രമിക്കപ്പെടുന്നു. ആക്രമങ്ങൾക്ക് പിന്നിൽ RSS അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് എന്ന ആരോപണം ഉയരുന്നു. പലയിടങ്ങളിലും പരസ്യമായി കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ പരസ്യമായി ബജ്രംഗ് ദൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയത്ത് പോലും ഈ തലശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ചില ആളുകൾ, സഭാ നേതൃത്വത്തിലിരിക്കുന്ന ചില ആളുകൾ RSSനോ സംഘപരിവാറിനോ എതിരെ നിലപാടെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. തളിപ്പറമ്പിൽ ഇന്നലെ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഒരു അവസരവാദിയാണ് എന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. അത് കൃത്യമായി വിശദീകരിച്ചു കൂടിയാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്, ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആദ്യം സംഘപരിവാറിനെതിരെ മയപ്പെടുത്തിയെങ്കിലും ഒരു നിലപാടെടുക്കുന്നു. അതിനുശേഷം അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ സ്തുതിക്കുന്നു. പിന്നീട് കേക്കുമായി RSSന്റെ ഓഫീസിലേക്ക് പോകുന്നു. ആ RSS ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഒറീസയിൽ വൈദികർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. വീണ്ടും സംഘപരിവാറിനെതിരെ ചെറിയ തോതിലൊരു നിലപാടെടുക്കുന്നു, അത് വീണ്ടും തിരുത്തുന്നു. അങ്ങനെ അവസരവാദപരമായ നിലപാട് തലശ്ശേരി ബിഷപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. എന്നാൽ ഈ വിമർശനം MV ഗോവിന്ദൻ ഉന്നയിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തലശ്ശേരി അതിരൂപത ഒരു പത്രക്കുറിപ്പിലൂടെയാണ് ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നത്. മാർ ജോസഫ് പാംപ്ലാനി അല്ല, പകരം MV ഗോവിന്ദനാണ് ഏറ്റവും വലിയ അവസരവാദി എന്നതായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ വിമർശനം. അതുമാത്രമല്ല, AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയതിന് ശേഷം മാത്രമേ മെത്രാൻമാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിലപാട് പറയാനാവൂ എന്ന് ചിന്തിക്കുന്നതൊക്കെ ഫാസിസ്റ്റ് മനോഭാവമാണ് എന്നും കൂടി തലശ്ശേരി അതിരൂപത പറയുന്നുണ്ടായിരുന്നു. അത്തരം ചിന്താഗതികളൊക്കെ മടക്കി ഷെൽഫിൽ വെച്ചാൽ മതി എന്ന തരത്തിലേക്ക് വരെ തലശ്ശേരി അതിരൂപതയുടെ ഇന്നലത്തെ ആ പത്രക്കുറിപ്പിലുള്ള വിശദീകരണം പോയിരുന്നു, അല്ലെങ്കിൽ മറുപടി പോയിരുന്നു. ഇന്ന് ഇതിലും ഒരു പടി കടന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ MV ഗോവിന്ദനെതിരെ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. MV ഗോവിന്ദൻ ഇരിക്കുന്നത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന ഒരു പദവിയിലാണ്. ആ പദവിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം MV ഗോവിന്ദൻ എന്ന് പറയുന്നു. മാത്രമല്ല, നേരത്തെ RSS അനുകൂല പ്രസ്താവന നടത്തിയതിന് MV ഗോവിന്ദനെ മുഖ്യമന്ത്രി തന്നെ ശാസിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതൊരു ഘട്ടത്തിൽ വ്യക്തിപരമായ വിമർശനമായി പോകുന്നു. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുത് എന്ന് പോലും കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ ഇരു വിഭാഗവും വലിയ രീതിയിലുള്ള പോർമുഖത്തിലേക്കാണ്, വാക്കുകൾ കൊണ്ടുള്ള പോർ വിളിയിലേക്കാണ് കടക്കുന്നത്. നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.